മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ ഓരോ രക്ഷിതാക്കളുടെയും ശൈലി വ്യത്യസ്തമാണ്. പ്രധാനമായും 3 തരത്തിലുള്ള പാരൻറ്റിംഗ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്നാണ്. അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആർ വെരി സ്ട്രിക്റ്റ്, വളരെ കണിശമായി താൻ വരച്ച വരയിൽ തന്നെ കുട്ടികൾ നിൽക്കണമെന്ന വാശിയോടെ മക്കളെ പരിപാലിക്കുന്ന രക്ഷിതാക്കൾ. രണ്ടാമത്തേത് നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിംഗ് അഥവാ പേരൻസ് ആർ ഡിസ്എൻഗേജ്ഡ്, കുട്ടികളെ തീരെ ശ്രദ്ധിക്കാതെ അവരെ അവരുടേതായ വഴിയിൽ വിടുന്നവർ. പ്രത്യേക മാർഗനിർദ്ദേശങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഈ കുട്ടികൾക്ക് ലഭിക്കുകയുമില്ല. ഇങ്ങനെയുള്ള ചില രക്ഷിതാക്കളുമുണ്ട്. മൂന്നാമത്തേത് അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് ആണ്. അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുകയും പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്നു. ഇതൊരു ബാലൻസ്ഡ് സിസ്റ്റമാണ്. അഥവാ നമ്മുടെ ഒരു പട്ടം പറത്തുന്ന സമയത്ത് അത് ഉയർന്നു പറക്കാൻ നമ്മൾ അനുവദിക്കുന്നതോടൊപ്പം തന്നെ ആ പട്ടവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അതിൻ്റെ നൂൽ നമ്മൾ നിൽക്കുന്ന പോലെ കുട്ടികൾക്ക് മാനസിക ശാരീരിക വളർച്ചയും ഉയർച്ചയും അവർക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നൽകുന്നതോടൊപ്പം ആത്മീയമായ ശിക്ഷണത്തിലും ധാർമ്മിക ചിട്ടയിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പേരക്കുട്ടികളെ വളർത്തിയ മാതൃകയെ ഒന്ന് സ്പർശിക്കുക മാത്രമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പേരക്കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 പേരക്കുട്ടികളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളതാണ്. 5 പേരക്കുട്ടികൾ ഉണ്ടായത് ഫാത്തിമ ബീവിയിൽ നിന്നാണ്. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു ദമ്പതികളിലുണ്ടായ 5 മക്കൾ. അതിൽ 1ാമത്തെ മോൻ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 7 വയസ്സാണ്. 2ാമത്തെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. 3ാമത്തെ പേരക്കുട്ടി മുഹ്സിൻ എന്ന മോനാണ്. ഫാത്തിമ ബീവിയിൽ തന്നെ ഉണ്ടായ മോനാണ് മുഹ്സിൻ. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഈ മോൻ മരിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവിയിൽ ഉണ്ടായ മറ്റൊരു കുട്ടിയാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ എന്ന ഈ പെൺകുഞ്ഞ് ഫാത്തിമ ബീവിയിലുണ്ടായ കുട്ടിയാണെന്ന് മാത്രമല്ല, വളരെ വലുതായി ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അവരെ കല്യാണം കഴിച്ചു കൊടുത്തത് സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട് ആരെ? ഫാത്തിമ ബിയുടെ മകളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ. മറ്റൊരു മോളാണ് ഫാത്തിമ ബിയുടെ മറ്റൊരു മോളാണ് ആത്മീയ ലോകത്ത് ഏറെ ശോഭിച്ചു നിൽക്കുന്ന, താരക നക്ഷത്രമായി ഉദിച്ചു നിൽക്കുന്ന മോളാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ 5 മക്കൾ, ഫാത്തിമ ബീവിയിൽ നിന്നുണ്ടായ 5 മക്കൾ. ഇത് റസൂലുള്ളാഹിൻ്റെ 5 പേരക്കുട്ടികളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. പൊതുവെ നമ്മൾ ചരിത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും പലരും ശ്രദ്ധിക്കുക, ഫാത്തിമ ബീവിക്ക് ആകെ 2 കുട്ടികളല്ലേ ഉള്ളൂ, ഹസൻ ഹുസൈൻ. അല്ലല്ല, അത് ചരിത്രത്തിൽ നമ്മൾ അറിയാതെ പോയതാണ്. ഫാത്തിമ ബീവിക്ക് 5 മക്കൾ. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുഹ്സിൻ എന്ന മോനുണ്ടായിരുന്നു. ഈ 3 പേർക്കും അതുപോലെ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എല്ലാം പേരിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു മോളായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ മോനാണ് അബ്ദുള്ള എന്നവർ. അവരുടെ പിതാവാരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. കാരണം റുഖിയ ബീവിയെ കല്യാണം കഴിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ. ഇപ്പോൾ ടോട്ടൽ 6 അല്ലേ? ഫാത്തിമ ബീവിയുടെ 5 മക്കളും റുഖിയ ബീവിയുടെ ഒരു മോനും അഥവാ അബ്ദുള്ള എന്ന മോൻ.
ഇനി മറ്റു 2 കുട്ടികളുണ്ടായത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ എന്ന റസൂലുള്ളാഹിൻ്റെ മകളിലാണ്. അവരുടെ പേര് ഉമാമത്ത് എന്ന മോളും അലി എന്ന മോനുമാണ്. ഉമാമത്ത് എന്ന മോളും അലി എന്ന മോനുമാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായത്. ഈ സൈനബ് ബീവി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ടോട്ടൽ 8 പേരക്കുട്ടികളായി. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മുഹ്സിൻ റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഉമാമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 8 പേരക്കുട്ടികളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പേരക്കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പേരിടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവർക്ക് മധുരം കൊടുക്കുമായിരുന്നു. ജനിച്ച സമയത്ത് അവരുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുമായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹയുടെ എല്ലാം അഖീഖത്ത് അറുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. കുട്ടികളെ സ്വന്തം കുട്ടികളോടെന്ന പോലെ തന്നെ പേരക്കുട്ടികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് പരിപാലിച്ചത്. നബിത്തങ്ങൾ അവരെ മടിയിലിരുത്തും, അവരെ ചുംബിക്കും. കുട്ടികൾ മടിയിലിരിക്കുന്ന സമയത്ത് ചെറിയ ആയതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ വെച്ച് മൂത്രമൊഴിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആ സമയത്ത് ഒരു നല്ല വാത്സല്യനിധിയായ രക്ഷിതാവിനെ പോലെ ഒന്നും ചെയ്യാതെ, കുട്ടികൾക്കൊരു അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയൊന്നും ചെയ്യാതെ വളരെ വാത്സല്യത്തോടു കൂടിയാണ് അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയത്. ഒരു സന്ദർഭത്തിൽ ഒരു പേരക്കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേനിൽ മൂത്രമൊഴിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ ആ കുട്ടിയെ വേഗം എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടെ പറഞ്ഞത്, ദഉ ഇബ്നി, എൻ്റെ മോനെ നിങ്ങൾ വിടൂ, ലാ തുഫ്സിഊഹു, അവനെ നിങ്ങൾ ബേജാറാക്കരുത്, ഹത്താ യഖ്ലിയ ബൗലഹു, അവൻ ശരിക്കൊന്ന് മൂത്രമൊഴിച്ചോട്ടെ. പെട്ടെന്ന് പിടിച്ചു വാങ്ങുന്ന സമയത്ത് അവൻ ആ ഒഴിക്കുന്നത് നിർത്തി അവനാകെ ബേജാറാകും. കുഞ്ഞു മോനെ നിങ്ങൾ ബേജാറാക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പേരക്കുട്ടികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, തഅവീദ് ചെയ്യുമായിരുന്നു, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവൽ തേടുമായിരുന്നു. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദു അൽ ഹസന വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നിവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അള്ളാഹുവിനോട് കാവൽ തേടുമായിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമ്മ വമിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ഇങ്ങനെയുള്ള പ്രാർത്ഥന ഉച്ചരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, വക്കാന അബൂന ഇബ്രാഹിം യുഅവ്വിദു ബിഹാ ഇസ്മായിൽ വൈസ്ഹാഖ്, നമ്മുടെ പിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മക്കളെ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെയും ഇതേ വാക്കുകൾ വെച്ച് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട് എന്ന്. നമ്മളും നമ്മുടെ മക്കളെ ഇത്തരം പൈശാചിക പ്രയാസങ്ങളെ തൊട്ടെല്ലാം കാവൽ തേടേണ്ടത് സുന്നത്ത്. സ്നേഹവും ലാളനയും നൽകുന്നതോടൊപ്പം തന്നെ ദീനീ ശിക്ഷണവും മതപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചിട്ടകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പരിശീലിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്ത് അഖൂലുഹുന്ന ഫിൽ വിത്രി, വിത്ർ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന എന്നെ എൻ്റെ വല്ലിപ്പ പഠിപ്പിച്ചു, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഏതായിരുന്നു ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് എന്ന് പറയുന്ന ആ പ്രാർത്ഥന എൻ്റെ വല്ലിപ്പ എന്നെ പഠിപ്പിച്ചു എന്ന് പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാത്രമല്ല പള്ളിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ കൊണ്ടുപോകുമായിരുന്നു. അവരുടേതായ ആ പ്രായത്തിൻ്റെതായ കളികളും മറ്റൊക്കെ ആ പള്ളിയിലും അവർ നടത്തിയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് പേരക്കുട്ടികളിൽ ഫാത്തിമ ബിവിയുടെ പേരക്കുട്ടികളിൽ ഒന്നാമനായ ഹസൻ റളിയല്ലാഹു അൻഹു പോലും 7 വയസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളെല്ലാം വളരെ ചെറിയ കുഞ്ഞു മക്കളായിരുന്നു അവർ. സ്വഹാബാക്കൾ വളരെ പല രീതിയിലുള്ള ചരിത്ര സംഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരുമായിട്ട് കളിക്കുന്ന കളികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ വിവരിച്ച് തന്നിട്ടുണ്ട്. അബൂബക്കർ, ശ്രദ്ധിക്കണം, അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നിവർ പറയുന്നു, ഒരു ദിവസം ഞാൻ പള്ളിയിൽ
നിൽക്കുന്ന സമയത്ത് മദീനത്ത് പള്ളിയിൽ പ്രസംഗപീഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നബിയെ കണ്ടു പ്രസംഗിക്കുന്നതായിട്ട്. വലഖദ് സമീതു അബൂബക്കർ റളിയല്ലാഹു അൻഹു യഖൂൽ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ. നബി തങ്ങൾ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ പ്രസംഗിക്കുന്നു. വൽ ഹസൻ ഇബ്നു അലിയിൻ ഇലാ ജംബിഹി. നബി തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ചേർന്നുകൊണ്ട് ഹസൻ എന്ന കുഞ്ഞു മോനുമുണ്ട് റളിയല്ലാഹു അൻഹു. എന്നിട്ട് വഹുവ യുഖ്ബിലു അലൻ നാസി മറത്തൻ. നബി തങ്ങൾ സംസാരം തുടരുന്ന സമയത്ത് ജനങ്ങളിലേക്കും നോട്ടം ശ്രദ്ധിക്കുന്നു. വ അലൈഹി ഉഖ്റ. അതേ സമയത്ത് തന്നെ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഹസൻ എന്ന കുഞ്ഞുമോനിലേക്കും നബി തങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന ഇബ്നി ഹാദാ സയ്യിദുൻ. എൻ്റെ ഈ മോൻ നാളെ ഒരു വലിയ നേതാവാകാനുള്ളതാണ്, പല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് നേതൃത്വം നൽകാനുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറി ഖുത്ബ നടത്തുകയാണ്, ഉത്ബോധനം നടത്തുകയാണ്. ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബല അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ മിമ്പറിൽ ഉത്ബോധനം നടത്തുന്ന സമയത്ത്, ഇത് വെള്ളിയാഴ്ച ജുമഅക്കുള്ള ഖുത്ബ ആയിക്കൊള്ളണമെന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ദർസ് അഥവാ ഇൽമിൻ്റെ മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നതെല്ലാം ഇതുപോലെ പള്ളിയിലെ മിമ്പറിൽ കയറിക്കൊണ്ടാണ്. അങ്ങനെ ഒരു ദിവസത്തിൽ ഖുത്ബ നടത്തുന്ന സമയത്ത് ഫഅഖ്ബല അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. വീട്ടിൽ നിന്നും ഹസൻ എന്നവരും ഹുസൈൻ എന്ന ഈ കുഞ്ഞു മക്കൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. അലൈഹിമ ഖമീസാനി അഹ്മറാനി. രണ്ടാളും ധരിച്ചിരിക്കുന്നത് ചുവന്ന വസ്ത്രമാണ്. യഅസുറാനി വ യഖൂമാനി. അവരിങ്ങനെ വരുന്ന സമയത്ത്, കുഞ്ഞു മക്കളല്ലേ, വരുന്ന സമയത്ത് മണലിലിടക്ക് വീഴുന്നുണ്ട്, പിന്നെ അവർ എഴുന്നേൽക്കുന്നുണ്ട്. ഈ വീഴുന്നതും എഴുന്നേൽക്കുന്നതും ഇങ്ങനെ കണ്ട സമയത്ത് ഖുത്ബ നടത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫനസല, മിമ്പറിൽ നിന്നും ഇറങ്ങി വന്നു. ഫഅഖദഹുമാ. ആ രണ്ട് കുഞ്ഞുമക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരിയെടുത്തു. ഫസഇദ ബിഹിമാ അൽ മിമ്പർ. എന്നിട്ട് മിമ്പറിൽ കയറി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരം തുടർന്നു. ആലോചിക്കണം, അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണികളോടൊത്ത് നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഒരു നല്ല നേതാവാണെങ്കിൽ, കുട്ടികളോടൊത്ത് നിൽക്കുമ്പോൾ ആ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വാത്സല്യനിധിയായ ഒരു പിതാവിനെ പോലെയാണ് പെരുമാറിയത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്ന സമയത്ത് നബി തങ്ങളുടെ കൂടെ സൈനബ് ബീബി റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൾ ഉമാമ കൂടെയുണ്ട്, റസൂലുള്ളാഹിന്റെ കൂടെ. നിസ്കരിക്കുന്ന സമയത്ത് ആ കുഞ്ഞു മോളെ എടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പേരക്കുട്ടിയായിട്ടുള്ള ഉമാമ എന്ന മോളെ എടുത്തിട്ടാണ് നിസ്കരിക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമ ബിൻത് സൈനബിൻ ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഫൈദ സജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുന്ന സമയത്ത് വളഅഹ, അവരെ അവിടെ വെക്കും. വൈദ കാമ, വീണ്ടും സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഹമലഹ, വീണ്ടും അവരെ ചുമക്കും. ബഹുമാനപ്പെട്ട ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രം മനോഹരമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഇമാമായി രാത്രി നിസ്കരിക്കുന്നതാണ്. അന്ന് സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് സുജൂദ്, ദീർഘമായ സുജൂദ് നിന്ന് എഴുന്നേൽക്കണില്ല. സ്വഹാബത്തെല്ലാം ആകെ ഭയപ്പെട്ടു, എന്തു പറ്റി? ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഫഅതു റഅസി, ഞാൻ എങ്ങനെ മെല്ലെ എൻ്റെ തല ഉയർത്തി നോക്കി, എന്തു പറ്റി നബിക്ക്? സുജൂദിന്ന് മെല്ലെ തല ഉയർന്നു നോക്കി. കാരണം ഒരുപാട് സമയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്നും എഴുന്നേൽക്കണില്ല, നബിക്ക് വല്ലതും പറ്റിയോ എന്നാണ് അവർ ആലോചിക്കുന്നത്. ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാനിങ്ങനെ മെല്ലെ തല ഉയർത്തി നോക്കിയ സമയത്ത് കാണുന്ന കാഴ്ച, വൈദ അസ്വബിയു അലാ ലഹരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സാജിദുൻ. സുജൂദിലായി കിടക്കുന്ന നബി തങ്ങളെ പുറത്ത് ഒരു കുട്ടി കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഫറജഅതു ഇലാ സുജൂദി, ഞാൻ വേഗം എൻ്റെ സുജൂദിക്ക് തന്നെ പോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമിലേക്ക് തന്നെ വന്നു. നിസ്കാരം എല്ലാം കഴിഞ്ഞ സമയത്ത് സ്വഹാബാക്കൾ നബിയോട് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഭയപ്പെട്ടു, നബി തങ്ങൾക്ക് വല്ലതും പറ്റിയോ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ മറുപടി,
കുല്ലുദാലിക്ക ലം യക്കുൻ, നിങ്ങൾ പേടിച്ച ആ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? വലാക്കിൻ അബിനി ഇർത്തഹലനി, എൻ്റെ മോൻ, എൻ്റെ കുഞ്ഞുമോൻ എന്നെ ഒരു വാഹനമാക്കി മാറ്റി. ഫകരിഹ്തു അൻ ഉജ്ജിലഹു ഹത്താ യഖ്ലിയ ഹാജതഹു, അവനെ ബേജാറാക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. അവൻ എൻ്റെ പുറത്ത് കയറി. ഇർത്തഹല എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ പുറത്ത് വാഹനം കയറുന്നതിനെ പറയാം. അപ്പം ആ പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നെ അവനൊരു വാഹനമാക്കി മാറ്റി. അപ്പോൾ അവനെ ബേജാറാക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. വാത്സല്യത്തോടെ അവൻ്റെ ആഗ്രഹം പൂർത്തിയാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കാത്തുനിന്നു എന്നർത്ഥം. ഹത്താ യഖ്ലിയ ഹാജതഹു. ഇമാം നസായി റളിയല്ലാഹു അൻഹു 1141 ഹദീസായിട്ട് ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു സംഭവം നോക്കൂ. ഒരിക്കൽ ഞങ്ങൾ നബിയുടെ കൂടെ ഇശാ നിസ്കരിക്കുകയാണ്. ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഫൈദാ സജദ, നബി തങ്ങൾ സുജൂദിലേക്ക് പോയ സന്ദർഭത്തിൽ വസബൽ ഹസൻ വൽ ഹുസൈൻ അലാ ദഹരി, നബി തങ്ങൾ സുജൂദ് കണ്ട് പോയ സന്ദർഭത്തിൽ ഹസൻ ഹുസൈൻ എന്ന ഈ കുഞ്ഞു മക്കൾ ഓടി വന്നിട്ട് വസബ, നബി തങ്ങളെ പുറത്തേക്ക് ചാടിക്കയറി. വസബ എന്ന വാക്കിൻ്റെ അർത്ഥം ജമ്പിങ് അഥവാ ചാടിക്കയറുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദ റഫഅ റഅസഹു, ആ തല സുജൂദിൽ നിന്നും ഉയർത്തുന്ന സമയത്ത്, അവിടുത്തെ ശിരസ് ഉയർത്തുന്ന സമയത്ത് അഖദഹുമാ ബിയദിഹി മിൻ ഖൽഫിഹി അഖ്ദൻ റഫീഖാ, വളരെ ലോലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിന്നാമ്പുറത്തു നിന്ന് മെല്ലെ മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കും. ഫയളഉഹുമാ അലൽ അർളി, അങ്ങനെ അവരെ അവിടെ നിലത്ത് വെക്കും. ഫൈദ ആദ, അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് തന്നെ വന്നാൽ ആദാ, അവർ വീണ്ടും നേരത്തെ തന്നെ ചെയ്ത പോലെ റസൂലുള്ളാഹിൻ്റെ പുറത്ത് കയറും, ചാടിക്കയറും. അങ്ങനെ ഹത്ത ഇദാ ഖളാ സലാത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞ സമയത്ത്, ശ്രദ്ധിക്കണം ഇവിടുത്തെ നബിയുടെ സമീപനം. ആരാണ് ഇവരെ ഈ പേരക്കുട്ടികൾ എങ്ങോട്ട് വിട്ടത് എന്ന് പറഞ്ഞ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് ശകാരിക്കുകയോ ദേഷ്യം പിടിക്കുകയോ കുട്ടികളെ ചെവി പിടിക്കുകയോ അല്ല നബി തങ്ങൾ ചെയ്തത്. നിസ്കാരം കഴിഞ്ഞ സമയത്ത് അഖഅദഹുമ അലാ ഫഖ്ദിഹി, നബി തങ്ങൾ ആ രണ്ട് മക്കളെയും പിടിച്ച് മടിയിലിരുത്തി. എന്തൊരു സ്നേഹ വാത്സല്യനിധിയായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പള്ളിയിൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോകുന്ന സമയത്തും വീട്ടിലാണെങ്കിലും പേരക്കുട്ടികളോട് ഈയൊരു സ്നേഹത്തിലും വാത്സല്യത്തിലുമായിരുന്നു പെരുമാറിയിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങളടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സമയത്ത് രണ്ട് ചുമലിലും പേരക്കുട്ടികളുണ്ട്. ഒരു ചുമലിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റേ ചുമലിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമുണ്ട്. യൽസുമു ഹാദാ മറത്തൻ വഹാദാ മറത്തൻ, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തുള്ള ആൾക്ക് മുത്തം കൊടുക്കുന്നു, ചുംബിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് മുത്തം കൊടുക്കുന്നു, ചുംബിക്കുന്നു. എന്നിട്ട് കൂടി നിൽക്കുന്ന സഹാബാകളോട് പറയുന്നു, മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി, എൻ്റെ ഈ രണ്ട് മക്കളെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്നെയാണ് ഇഷ്ടം വെച്ചത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രമേൽ പ്രിയമായിരുന്നു ആ മക്കളോടെല്ലാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി, നമ്മൾ ആനപ്പുറത്തേറ്റി കളിക്കണ പോലെ ഇങ്ങനെ കളിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, നിഅമൽ മർക്കബു റകിബ്ത യാ ഗുലാം, മോനെ കുട്ടി, നീ കയറിയിരിക്കുന്ന വാഹനം എന്തൊരു നല്ല വാഹനമാണ്. കാരണം റസൂലുള്ളാഹിൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള ആനപ്പുറത്തേറ്റി കളിക്കണ പോലെ ഇങ്ങനെ മുട്ടുകുത്തി കളിക്കുകയാണ്. പുറത്ത് ആരാണുള്ളത്? ഹസൻ റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞുമോൻ. ആ സമയത്ത് ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനിഅമർ റാകിബു ഹുവ, വാഹനം മാത്രമല്ല പുറത്ത് കയറിയിരിക്കുന്ന യാത്രക്കാരനും നല്ല കുട്ടി തന്നെയാണ്, നല്ലവൻ തന്നെയാണ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എൻ്റെ റൈഹാൻ പുഷ്പങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്രമേൽ നബി തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അവരെല്ലാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം സ്നേഹവും ലാളനയും കാരുണ്യവും നൽകുന്നതോടൊപ്പം മതപരമായ കാര്യങ്ങളിൽ ധാർമ്മികമായിട്ടുള്ള ശിക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അവരെ ശ്രദ്ധിച്ചിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു സംഭവം കാണാം. അർഹതയില്ലാത്ത ഒരു ഈത്തപ്പഴം
ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായി നിൽക്കുന്ന സമയത്ത് എടുത്ത് വായിലിട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. മോനെ അത് ഒഴിവാക്കൂ എന്ന് പറഞ്ഞ് വായിലിട്ട ആ ഈത്തപ്പഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ശ്രദ്ധ വേണ്ടത് മക്കൾക്ക്, പേരക്കുട്ടികളായാലും മക്കളായാലും അവരുടേതായ പ്രായത്തിലുള്ള സ്നേഹവും വാത്സല്യവും കരുണയുമെല്ലാം നമ്മൾ നൽകണം. മറ്റുള്ളവരെന്ത് വിചാരിക്കും, നമ്മൾ ഇത്രയും വലിയൊരു പൊസിഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് കുട്ടികളേറ്റൊക്കെ നമ്മളിങ്ങനെ കളിക്കുന്നത് കാണുമ്പം ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. വളരെ വിഡ്ഢിത്തരമാണ് അവർ ചെയ്യുന്നത്. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് മാറി നിന്നാൽ നമ്മുടെ മനസ്സിലെ, നമ്മുടെ ഹൃദയത്തിലെ കരുണയാണ് വറ്റിപ്പോകുന്നത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ചുംബിക്കുകയാണ്. സ്വഹാബാക്കളുണ്ട് കൂടെ. അന്നേരം നബി തങ്ങളെ കൂടെ ഇരിക്കുന്ന തമീം ഗോത്രക്കാരുടെ നേതാവായ അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി കൂടെ ഉണ്ട്. അപ്പം നബി തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു വല്ലാതെ ഇങ്ങനെ ചുംബിക്കുന്നത് കണ്ട സമയത്ത് അഖ്റ റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയോട്, നബിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുട്ടികളെ ചുംബിക്കോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇന്നലി അശറത്തൻ മിനൽ വലദി, നബിയെ എനിക്ക് 10 കുട്ടികളുണ്ട്. മാ ഖബ്ബൽതു മിൻഹ അഹദൻ, അതിൽ ഒരാളെപ്പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ ആർദ്രമായൊരു നോട്ടത്തോടുകൂടി അഖ്റ ഇബ്നു ഹാബിസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം, മല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവർക്ക് കരുണ കിട്ടപ്പെടുകയില്ല. ഭൂമിയിലുള്ള ആൾക്കാർ, ഈ ചെറിയ മക്കളോട് ഇവരുടെ എല്ലാം നമ്മൾ കരുണ കാണിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കരുണ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ഉള്ളവർക്കേ ഇങ്ങനെ മക്കളോടെല്ലാം ഈ കാരുണ്യവും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയൂ. അവിടെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച്, വൈവാഹിക ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ സ്നേഹപ്രകടനങ്ങൾക്ക് നമ്മളൊരു ഭംഗം വരുത്തരുത്. പ്രപഞ്ചനാഥൻ കനിഞ്ഞു നൽകുന്ന സന്താനങ്ങളെ സൽഗുണ സമ്പന്നരാക്കി വളർത്തുന്നതിൽ നമുക്കൊന്നുകൂടി ശ്രദ്ധ കൊടുക്കാം. കുട്ടികൾക്ക് പര്യാപ്തമായ സ്നേഹവും ശാരീരിക മാനസിക പിന്തുണവും നൽകാം. കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാം. കുട്ടികൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കാൻ സമയം കണ്ടെത്താം. അവർക്ക് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് സഹായിക്കാം. അള്ളാഹു തുണക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.